ഒരുപാട് ഹിറ്റ് സിനിമകളൊന്നും തന്റെ കരിയറിലില്ല എങ്കിലും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലൊരിടം ആൻ അഗസ്റ്റിൻ നേടിയിട്ടുണ്ട്. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ആദ്യ ചിത്രം ആൻ അഗസ്റ്റിന്റെ കരിയർ ബെസ്റ്റ് ആണ്. ആൻ അഗസ്റ്റിന്റെ മുൻ ഭർത്താവായ ജോമോൻ ജോൺ വീണ്ടും വിവാഹിതനായതോടെ വേർപിരിയലിനെ കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. തന്റെ വിവാഹം 23 വയസ്സുള്ള ഒരു കുട്ടിയുടെ അപക്വമായ തീരുമാനമായിരുന്നു എന്നാണ് ആൻ അഗസ്റ്റിൻ മുമ്പൊരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. 2 വർഷത്തെ പ്രണയത്തെ തുടർന്ന് 2014 ഛായാഗ്രാഹകൻ ജോമോൻ ജോണിന്റെയും ആൻ അഗസ്റ്റിന്റെയും വിവാഹം. 3 വർഷത്തോളം വേർപിരിഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് ഇരുവരും വിവാഹമോചിതരായത്. 23 വയസ്സുള്ള കുട്ടിയുടെ തീരുമാനമായിരുന്നു അത്. പെട്ടെന്നെടുത്ത ഒരു തീരുമാനം. പക്ഷേ പക്വതയാണോ വിവാഹ ജീവിതം സുന്ദരമാക്കുന്നത് എന്നൊന്നും അറിയില്ല എന്നും എന്തായാലും ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പോസിറ്റീവായി കാണുകയാണ് താനെന്നും ആൻ എന്ന് പറഞ്ഞിരുന്നു. ജീവിതത്തിൽ നിരവധി തിരിച്ചടികളുണ്ടായി. താൻ തന്റെ മുറിയിലേക്ക് ഒതുങ്ങിപ്പോയി. സംഭവിക്കുന്നതിനൊപ്പം ഒഴുകുക മാത്രമായിരുന്നു ചെയ്യാനുണ്ടായിരുന്നതെന്നും അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു, ഇങ്ങനെ അടച്ചിരുന്നിട്ട് കാര്യമില്ല, പുറത്തു വന്നേ മതിയാകൂ, ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്യണമെന്നുറപ്പിച്ച് ബംഗളൂരുവിലേക്ക് തിരിച്ചു. മിരമാർ തുടങ്ങിയെന്നും ആൻ അഗസ്റ്റിൻ വ്യക്തമാക്കുന്നു. പ്രൊഡക്ഷൻ ഹൗസ് അറിയാത്ത മേഖലയായിരുന്നു തനിക്കെന്നും ഒരുപാട് അധ്വാനിച്ചുവെന്നും നല്ലൊരു ടീമുണ്ടാക്കി ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നായിരുന്നു ആൻ അഗസ്റ്റിൻ എന്ന അഭിമുഖത്തിൽ പറഞ്ഞത്. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ആൻ അഗസ്റ്റിൻ സിനിമയിലേക്ക് എത്തിയത്. ഇരു കൈയും നീട്ടിയാണ് പിന്നീട് ആൻ അഗസ്റ്റിൻ എന്ന നടിയെ സിനിമാ പ്രേമികൾ സ്വീകരിച്ചത്. ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് ആൻ അഗസ്റ്റിൻ അഭിനയിച്ച ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ. കൂടാതെ മോഡലിംഗിലും ആൻ അഗസ്റ്റിൻ സജീവമാണ്. അതേസമയം അൻസു എൽസ വർഗീസ് ആണ് ജോമോൻ ജോണിന്റെ വധു. വിവാഹത്തിന്റെ ചിത്രങ്ങൾ ജോമോൻ ജോൺ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. മൈ ഹോപ്പ് ആൻഡ് ഹോം എന്ന ക്യാപ്ഷനും ചിത്രങ്ങൾക്കൊപ്പം ജോമോൻ ചേർത്തിട്ടുണ്ട്. രൺവീർ സിംഗ്, കൃതി ഷെട്ടി, ബേസിൽ ജോസഫ്, അഭയ ഹിരൺമയി, അർച്ചന കവി തുടങ്ങി സിനിമാ പ്രവർത്തകരും ആരാധകരുമായ നിരവധി പേരാണ് ജോമോന് ആശംസകളുമായി എത്തിയത്. ധ്യാൻ ശ്രീനിവാസൻ, നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവരും കുടുംബവും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ബ്യൂട്ടിഫുൾ, തട്ടത്തിൻ മറയത്ത്, അയാളും ഞാനും തമ്മിൽ, വിക്രമാദിത്യൻ, എന്നു നിന്റെ മൊയ്തീൻ, ചാർലി, ഗോൾമാൽ അഗെയിൻ, സിംബ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലാണ് ജോമോൻ ജോൺ പ്രവർത്തിച്ചിട്ടുള്ളത്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവും കൂടിയായിരുന്നു. 41-കാരനായ ജോമോൻ ജോൺ സൗത്ത് ഇന്ത്യ കടന്നിപ്പോൾ ബോളിവുഡിൽ വരെ ചെന്ന മലയാളികളുടെ അഭിമാനമായി മാറിയ പ്രതിഭ കൂടിയാണ്. ജോമോൻ ബംഗളൂരുവിലെ ഗവൺമെന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷമാണ് ഛായാഗ്രാഹകനായി പ്രവർത്തിച്ചു തുടങ്ങിയത്. 2014 ആൻ അഗസ്റ്റിന്റെയും ജോമോൻ ജോണിന്റെയും വിവാഹം. 2020 ഇരുവരും ചേർന്ന് വേർപിരിയുകയും ചെയ്തു. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. ആൻ അഗസ്റ്റിനിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭർത്താവ് ജോമോനാണ് കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തതെന്നാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.